സ്ട്രോങ് ആയിട്ട് അവൻ കപ്പടിക്കും എന്ന് തോന്നിയ ഒരു ആളാരാ? എല്ലാവരും ഒരാളുടെ പേര് ഒരാളുടെ പേര് പറയില്ല. എല്ലാവരും നല്ല ആൾക്കാരാണ്, എല്ലാവരും സ്റ്റഫുള്ള ആൾക്കാരാണ്, എല്ലാവരും നല്ല കഴിവുള്ള ആൾക്കാരാണ്. ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ആദ്യം ഞാൻ പുറത്തായെന്ന് വെച്ചാൽ ഞാൻ കഴിവില്ലാത്തവനല്ല. ഞാൻ എന്ന് ഈ 19 പേര് ആ ബിഗ് ബോസിന്റെ കാല് കുത്തിയോ, ഈ 19 പേരും വിൻ ചെയ്ത ആൾക്കാർ തന്നെയാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ കാല് കുത്താനൊന്നും എളുപ്പത്തിൽ സാധിക്കില്ല. അതും വൈൽഡ് കാർഡ് പോലും അല്ല, നമ്മൾ ഏറ്റവും അധികം കാല് കുത്തിയ ആൾക്കാരാണ്. എല്ലാവരും കഴിവുള്ള ആൾക്കാരാണ്. പിന്നെ കുറെ ഒരു 19 പേര് കഴിവുള്ളവരാണെങ്കിൽ ഒരാള് ഏതെങ്കിലും ഒരാളെ വീക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എല്ലാവരും സ്ട്രോങ് ആണ്. എല്ലാവരും സ്ട്രോങ് ആണ്. ഇനി സത്യം പറയണേ, അതിന്റെ ഉള്ളിൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നോ? ആരായിരുന്നു? ജിൻഡോ. ആണ് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ അത് പുറത്ത് കണ്ടപ്പോ? അതെന്തുകൊണ്ടാ? എനിക്ക് അവനൊരു കൂടപ്പുറപ്പ് പോലെയാണ്. ഭയങ്കര പാവം തോന്നണല്ലേ? ഞാൻ അവന്റെ ഉള്ളിലെ ഹ്യൂമർ കണ്ടുപിടിച്ച് ഞാനാണ്. ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഹ്യൂമർ അത് ഫസ്റ്റ് വീക്കില് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഈ വീക്കില് ഭയങ്കരമായിട്ട് സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് വളരെ ശരിയാണെന്ന്. ഞാൻ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ഏഷ്യാന്റെ പ്രമോ കിട്ടുണ്ടായിരുന്നു, ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ. മല്ലയ്യ ഞാനിട്ടതാണ്, മല്ലയ്യ എന്നുള്ള പേര്. ജിൻഡപ്പൻ ഞാനിട്ടതാണ്. ഞാൻ സ്നേഹം കൂടുമ്പോൾ അവനെ ജിൻഡപ്പൻ എന്നാ വിളിക്കുക, മല്ലയ്യ എന്ന് വിളിക്കും. ആക്കെ പേര് ഞാൻ ഇട്ടതാണ്. അത് ഏഷ്യാനിൽ പ്രമോ ആയിട്ട് ഈ പോർക്കളത്തിൽ മല്ലയ്യ ഒറ്റയ്ക്കോ അതൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാൻ കണ്ടെത്തിയ അവൻ നിഷ്കളങ്കനാണ്, അത് എന്റെ കണ്ടെത്തലാണ്. അത് ഞാൻ പോന്നപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞ ആൾ അവനാണ്. അതിനെ തിരിച്ചെടുക്കണം. അപ്പൊ ഞാനത്, എനിക്ക് ജിൻഡപ്പനെ മുമ്പ് പരിചയമൊന്നുമില്ല, എനിക്ക് അവിടെ ചെന്നിട്ടുള്ള പരിചയമാണ്. അങ്ങനെ ഞാൻ അവനെ കൂട്ടുകാരനാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ ഫ്രണ്ട് ആയത് ഫസ്റ്റ് ദിവസം റോക്കി ഞാനും തമ്മിലാണ് ഭയങ്കര കൂട്ടായത്. പക്ഷെ റോക്കി ഞാനും തമ്മിൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായി. അപ്പൊ ഞാൻ ഈ ഫ്രണ്ട്ഷിപ്പ് വന്നു പോയതാണ്. ജയിലിലോട് കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ഭയങ്കര ക്ലോസ് ആയി. എന്തോ എനിക്ക് അവനെ, പിന്നെ അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഹ്യൂമർ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഞാനാണ്. ഞാനത് അവനോട് പറയാം, നീ സീരിയസ് ആയിട്ട് പറയാം, പക്ഷെ എനിക്ക് കോമഡിയുടെ ഞാൻ അങ്ങനെ. അതേപോലെ അവന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങള് ഭയങ്കരമായിട്ട് തല്ലുകൂടിയുണ്ട്. തല്ലൂട്ടെന്ന് പറഞ്ഞാൽ പോരാ, എക്സ്ട്രീം എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞത്, നീ നിന്റെ തടിയും വെച്ച് നീ എന്നെ തല്ലും, നീ വാ നിന്നെ പേടിച്ചിട്ട് ഞാൻ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് അവൻ അറിയോ, കുറച്ച് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ അവൻ വന്നിട്ട് എന്നെ വായില് ഞാൻ ഭക്ഷണം കഴിക്കില്ല പറഞ്ഞിട്ട് പിണങ്ങി പുറത്തിരുന്നപ്പോൾ അവൻ പിടിച്ചിട്ട് വന്നിട്ട്, നിനക്ക് ദോശ വേണം, എനിക്ക് ദോശ വേണ്ട, എന്നാൽ നിന്റെ ദോശ ഞാൻ എടുത്തോട്ടെ. മറ്റേ സിനിമയിൽ സത്യമായിട്ട് അത് അവൻ അനുകരിച്ചതല്ല. അവനോട് നീ എടുത്തോന്ന് പറഞ്ഞു, നീ എനിക്ക് മേടിച്ചതാന്ന് പറഞ്ഞു. അത് അവന്റെ ഐഡിയ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയതല്ല, അത് സ്നേഹം ഉണ്ടാവുന്നതാണ്. നമ്മളിപ്പോ സ്നേഹം ഉണ്ടാക്കാന്ന് വെച്ച് പോയിട്ട് കാര്യമില്ല, അത് അങ്ങനെ വഴികെ വന്നതാണ്. അപ്പോൾ എൻ്റെ മല്ലയ്യ എൻ്റെ എല്ലാമാണ്. ഒരു 7 ദിവസം കൊണ്ട് ഞാനായിട്ട് അത്രയും അടുത്ത ഒരാളാണ്. അപ്പോൾ ജിൻഡപ്പൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഹൃദയമാണ്, ഞാൻ തുറന്ന് പറയും. അവൻ പിന്നെ ഞാൻ പറയട്ടെ, അവൻ നല്ല ബുദ്ധിയുള്ള ആളാണ്. അവൻ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ്റെ അടുത്ത്, നല്ല ഗെയിമറാണ്.